എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നരച്ച മുടി കറുപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഈ ഒരൊറ്റ കൂട്ട് മാത്രം മതിയാകും എത്ര നരച്ച മുടിയായാലും കറുപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ വേറെ കെമിക്കൽ ഒന്നും തന്നെ നമ്മൾ ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. ഈ കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ കുറച്ച് പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പെരിഞ്ചീരകം ഇല്ല എങ്കിൽ ചെറിയ ജീരകമായാലും കുഴപ്പമില്ല. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ പെരിഞ്ചീരകം. ഒരു 40-50 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മിക്കവർക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അവർക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒന്നാണ് ഞാനിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. 1-2 സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 സ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുന്നതാണ്, കരിയാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് രണ്ടും ചൂടായതിന് ശേഷം ഒരു 1/2 സ്പൂൺ കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ തിളപ്പിച്ച് 1/2 ഗ്ലാസ്സാക്കി നമുക്ക് വറ്റിച്ചെടുക്കണം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, അതാണ് ഭയങ്കര സൗണ്ട് കേൾക്കുന്നത്. നമ്മുടെ വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് 1/2 ഗ്ലാസ്സായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കണം കേട്ടോ. അത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഫലം കിട്ടുന്നതാണ് കേട്ടോ. നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചില സമയത്തൊക്കെ ഇതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഗ്യാസ് മൂലം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ 1 നുള്ള് ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും ഏറ്റവും നല്ലതാണ്. വെറുതെ വെള്ളം കുടിക്കാതെ അതിലേക്ക് ഒരിത്തിരി ജീരകമോ ഉലുവയോ ഇട്ട് കുടിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് നരച്ച മുടി കറുപ്പിക്കാനുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് ഒരു 2 സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഈ കരിഞ്ചീരകം നല്ല പോലെ നമുക്കൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 6-7 ഗ്രാമ്പു കൂടി ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള ഹെയർ ഡേ കൂട്ടുകൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരിക്കലും കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോയാൽ അതിൻ്റെ ഗുണം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മുടെ കരിഞ്ചീരകവും ഗ്രാമ്പുവും നല്ല പോലെ തന്നെ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പെരിഞ്ചീരകമാണ്. ഞാനിവിടെ ഒരു 2 സ്പൂൺ പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പെരിഞ്ചീരകം ഇല്ല എങ്കിൽ നല്ല ജീരകമാണെങ്കിലും എടുത്താൽ മതിയാകും. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെടുക്കാം. അപ്പോൾ ഈ പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു പച്ചമണം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുന്നത്. ഇനി കരിഞ്ചീരകവും ഗ്രാമ്പും കൂടി പൊടിച്ചെടുക്കണം. അപ്പോൾ അതുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. അത് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും മാത്രം നമുക്ക് എടുത്താൽ മതിയാകും. ഞാനിവിടെ ഒരു 1.5 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എനിക്കത് മതി. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾ ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ബ്ലാക്ക് ഹെന്നയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്ലാക്ക് ഹെന്ന ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് വേണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കടുകെണ്ണയോ ആവണക്കെണ്ണയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മാത്രമല്ല ചായയോ കാപ്പിയോ ഏത് വേണമെങ്കിലും അതിൻ്റെ വെള്ളമാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ എന്തോരം പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ആ ഒരു കളറ് നിൽക്കുന്നത്.
ഇതിൽ ബ്ലാക്ക് ഹെന്ന ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ മുടിയിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മുടിയിൽ കളറ് പിടിക്കുന്നതാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ മാസത്തിൽ 1 തവണ നിങ്ങൾക്ക് മുടിയിൽ തേച്ചാൽ മതിയാകും. ഇടയ്ക്ക് തേക്കേണ്ട ഒരു ആവശ്യവും വരില്ല. പെരുംജീരകമൊക്കെ മുടിക്ക് വളരെയധികം നല്ലൊരു ഔഷധമാണ് കേട്ടോ. മുടി വളരാനും താരൻ അതുപോലുള്ള മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ല ബലം കിട്ടാനും ഒക്കെ ഈ പെരുംജീരകം വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്കറിയാനായിട്ട് സാധിക്കും ഈ ജീരകത്തിൻ്റെയൊക്കെ ഗുണങ്ങളെക്കുറിച്ചും ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ. അപ്പം നിങ്ങൾ ഇത് തേച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക. ഒരാഴ്ചത്തേക്ക് ഷാമ്പു പോലുള്ളത് അവോയ്ഡ് ചെയ്യുക. എല്ലാവരുടെയും മുടികൾ ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിലുള്ള ഓരോ ഹെയർ ഡേയുടെ വീഡിയോകൾ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കാണുക, അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.